ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ളോഗ്. ഇന്ന് ഞാനിവിടെ കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു അരക്കപ്പ് കടല എടുത്തിട്ടുണ്ട്. അത് ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ നമുക്കിത് മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചു വെച്ചാൽ മതി. എന്നിട്ടൊരു പകുതി സമയം കൊണ്ട് ഇത് നല്ലപോലെ കുതിർന്ന് വരും. ഇനി നമുക്ക് കുക്കറിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേനയും കുമ്പളങ്ങയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേനയും കുമ്പളങ്ങയും ഇട്ടതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് വേവിച്ചെടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാൻ വെക്കണം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കണം. ചേനയൊക്കെ ഒന്ന് വെന്ത് വരണം. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, കറിവേപ്പില, പിന്നെ 2 ഉണക്കമുളക്, അതിനുശേഷം നമ്മൾ ചിരകി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് തേങ്ങ ഇതിലുണ്ട്. തേങ്ങ ചിരകിയത്. ഇനി നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് കളർ മാറി വരണം. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലെ പകുതി ഭാഗം, അതായത് 1/3 ഭാഗം നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്കിതിലേക്ക് അരച്ചെടുക്കണം. നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളിലെ വെള്ളമൊക്കെ വറ്റി ചേനയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. കടല ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നുകൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെല്ലം ചേർത്ത് കൊടുക്കാം, ശർക്കര. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച തേങ്ങ നമ്മൾ ഫ്രൈ ചെയ്തല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ഈ സമയം നമുക്ക് ഉപ്പും കൂടെ നോക്കണം. ഉപ്പ് നമുക്ക് പോരെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകറി, മധുരക്കറി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ സദ്യക്ക് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം. ബൈ ഫ്രണ്ട്സ്, താങ്ക്